പ്രൈസ് ദ ലോർഡ്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴാണ് യേശു കർത്താവിനെ ആദ്യമായിട്ട് അറിയുന്നത്, എങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങളൊക്കെ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ 5 years ഓൾഡ് ആയിരുന്നപ്പോൾ ഞാനെപ്പോഴും എൻ്റെ മമ്മിയും പപ്പായും ഒക്കെ ഓഫീസിൽ പോകുന്ന കാണുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു. ബിക്കോസ് ഒരു കൊച്ച് പ്രായമാണല്ലോ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ബ്രദർ ഓൾറെഡി സ്കൂളിൽ പോയേക്കുക. അതുകൊണ്ട് പിന്നെ കാണുന്നത് മമ്മിയും പപ്പായും ഒരുങ്ങി ഇങ്ങനെ ഓഫീസിൽ പോകുന്നതായിട്ടാണ് ഞാൻ പിന്നെ കാണുന്നത്. ഒന്നീ അവരെന്നെയും കൂടെ കൊണ്ടുപോകണം, അല്ലേ മമ്മിയെങ്കിലും വീട്ടിലിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒക്കെ അപ്പോഴത്തേന് എൻ്റെ സർവൻ്റ് വന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. അയലോക്കത്തെ ആൻറ്റിമാരൊക്കെ അത് കേൾക്കുമ്പോൾ അവരുടെ കഥ തുറന്ന് എന്നെ അവരുടെ വീട്ടിലെ ടോയ്സായിട്ടുള്ള അവരുടെ പിള്ളേരുടെ ടോയ്സൊക്കെ എടുത്ത് കാണിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ സ്വീറ്റ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തരും. ഇങ്ങനെയൊക്കെ എൻ്റെ കരച്ചിലൊക്കെ നിർത്താനായിട്ട് അവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ എന്നാലും വളരെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഇതൊരു പതിവായിട്ടങ്ങ് ആയ ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും എന്തെങ്കിലും പേടിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ദൈവത്തോടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. യേശു കർത്താവിനോട് ഏത് കാര്യം ചോദിച്ചാലും യേശു കർത്താവ് തരും. ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ആ വാക്കിനോട് വളരെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധയോടെ ഞാനതൊന്ന് കേട്ടു. യേശു കർത്താവിനോട് എന്തോ ചോദിച്ചാലും യേശു കർത്താവ് തരും എന്നാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത്രയേ ഉള്ളായിരുന്നു ആ സമയത്ത്, മമ്മി വീട്ടിലിരിക്കണമെന്ന്. മമ്മിയും പപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ലതാണ്. കാരണം അല്ലെങ്കിൽ അവർ രാവിലെ 8:30 പോയാൽ രാത്രി 8:30 കഴിയുമ്പോഴേ വരത്തുള്ളൂ. അത്രയും സമയം ഞാൻ അങ്ങനെ വീട്ടില്ല. പിന്നെ സ്കൂളിലും പോകും. എൻ്റെ എന്നെ നോക്കുന്ന മെയ്ഡാണ് കൊണ്ടുവിടുന്നതും കൊണ്ടുവരുത്തുന്നതൊക്കെ. ബ്രദറും ഇങ്ങനെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബ്രദർ ഓൾറെഡി സ്കൂളിൽ പോയേക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു ബോംബെയിലെ ജീവിതം. അപ്പോൾ ഈ വാക്ക് മമ്മി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. യേശു കർത്താവിനോട് എന്തോ ചോദിച്ചാലും യേശു കർത്താവ് തരും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടൊരു സെൻറ്റൻസ് എന്നോട് പറഞ്ഞതായിട്ട്, ഒരു ക്ലൂ തന്നതായിട്ട്, അല്ലെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു തന്നതായിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു ഞാൻ. പക്ഷെ അന്ന് ഞാനിങ്ങനെ കരഞ്ഞു. മമ്മി പോയി, ഓഫീസിൽ പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ വന്നു. എന്നിട്ട് എൻ്റെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് പിന്നെയും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തത്, 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓർത്ത, മമ്മി പറഞ്ഞല്ലോ യേശു കർത്താവിനോട് എന്തോ ചോദിച്ചാലും തരും. അപ്പം ഞാനിങ്ങനെ ദൈവത്തോടെ പറഞ്ഞു, ദൈവമേ, മമ്മി പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിനോട് എന്തോ ചോദിച്ചാലും കർത്താവ് തരും. അപ്പോൾ എനിക്ക് എൻ്റെ മമ്മിയും പപ്പായും എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ആ സർവൻ്റ് കേൾക്കുന്നുണ്ട് ഞാനെന്തുവാ പറയുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ, ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മമ്മിയൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുക, അതുകൊണ്ട് വൈകിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും കരച്ചിലൊക്കെ നിർത്തിയേച്ച് ഇനി വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കഴിക്കുകയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ശരി, എന്നാലും ഞാൻ പറഞ്ഞില്ല, മമ്മി പറഞ്ഞു ഇങ്ങനെ യേശു കർത്താവിനോട് എന്തോ ചോദിച്ചാലും തരും എന്ന്. അങ്ങനെ അവരെന്നെ കംഫർട്ട് ചെയ്യാനും കൺസോൾ ചെയ്യാനും ഒക്കെ നോക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ അവരോടിത് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഡോർ ബെൽ അടിക്കുന്നു. എന്നിട്ട് അവർ പോയി തുറക്കുന്നു. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. അവർ പോയി തുറന്നപ്പോൾ പെട്ടെന്ന് അവിടുന്ന് അവരിങ്ങനെ അലച്ച് എന്നോട് പറയാം, മോളെ, മമ്മിയും പപ്പായും വന്നു എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഏറ്റവും വിശ്വസിക്കാൻ
ആവുന്നില്ല. എന്ന് വെച്ചാൽ ഞാനങ്ങ് ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, ഇതൊരു ഭയങ്കര ഒരു സംഭവം പോലെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യം. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അത് കാര്യം സംഭവിച്ചു. എനിക്ക് ആ കാര്യം കിട്ടി എന്നുള്ളതിൻ്റെ ആ ഒരു മറുപടിയായിട്ട് മമ്മിയും പപ്പായും അവിടെ വാതിക്കെ വന്നു കഴിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ യേശു നടന്നു പോയി അവരോട് പറഞ്ഞു കാണും, വീട്ടിൽ വാ, മോള് വിളിക്കുന്നു എന്നൊക്കെ. എൻ്റെ ആ ചെറിയ 5 വയസ്സുള്ള പ്രായത്തിലുള്ള മനസ്സിൽ ഞാൻ അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഓടി വന്ന് മമ്മിയോടും പപ്പയോടും ചോദിച്ചു, യേശു ആണോ നിങ്ങളോട് പറഞ്ഞത് ഇനി പോരാൻ എന്ന് ചോദിച്ചു. മമ്മിക്ക് ഉടനെ മനസ്സിലായി എന്തുവാ ഇവിടെ സംഭവിച്ചതെന്ന്. അന്നേരം മമ്മി പറഞ്ഞു, യേശു തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പടി പോലും മുമ്പോട്ട് പോകാനൊത്തില്ല. ഞങ്ങളുടെ കാർ അവിടെ ഒരു ട്രാഫിക് ജാമിനകത്തങ്ങ് അകപ്പെട്ടു. പിന്നെ നമുക്ക് ഒരു വഴിയില്ലായിരുന്നു മുമ്പോട്ട് ഓഫീസിലോട്ട് പോകാൻ. അതിന് പകരം പിന്നെ വെയിറ്റ് ചെയ്ത് ഒരു ശകല ഇടം കിട്ടി, ഇനി തിരിച്ചു വരാൻ ഇടം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇനി വന്നതാന്ന് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ദിവസമായിരുന്നു. കാരണം അന്ന് എനിക്ക് മനസ്സിലായി യേശു കർത്താവ് എല്ലാം കേൾക്കുന്ന ഒരു ദൈവമാണെന്ന്. എനിക്ക് എൻ്റെ ആത്മീയ കണ്ണുകളും കൊണ്ട് കാണുകയും ചെയ്യാം. ആ നല്ല സ്നേഹം നിറഞ്ഞ ആ മുഖവും എന്നെ നോക്കുന്നതും പുഞ്ചിരിയും ഒക്കെ യേശുവിൻ്റെ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ കാണുന്ന ദൈവം. അങ്ങനെ എനിക്ക് വളരെ മനസ്സിലാകാൻ തുടങ്ങി. ആ ദൈവത്തിൻ്റെ സ്നേഹവും എന്നെ ഉള്ളിലോട്ട് അങ്ങ് നിറയാൻ തുടങ്ങി. അന്ന് മുതൽ വേറെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, പിന്നീട് ഒരു ദിവസം പോലും ഞാൻ എൻ്റെ മമ്മിയുടെയും പപ്പായുടെയും പുറകെ പോയിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. യേശുവിൻ്റെ സ്നേഹം എന്നെ അങ്ങ് നിറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോടങ്ങ് പറയും, യേശുവിനോടങ്ങ് പറയും എല്ലാ കാര്യങ്ങളും. നമ്മൾ കൂട്ടുകാരോട് പറയുന്ന, നമ്മുടെ സ്വന്തം ആൾക്കാരോട് പറയുന്നത് പോലെ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ യേശു അത് കേൾക്കും, യേശു അത് അറിയുന്നുണ്ട്, യേശു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഫുൾ ചൈൽഡ്ഹുഡ് സമയമൊക്കെ ഈ ദൈവത്തോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒക്കെ രീതിയിലാണ് എൻ്റെ ചൈൽഡ്ഹുഡ് പാസ്സായത്. അങ്ങനെ ആണ് ഞാൻ ഭയങ്കരമായ സമാധാനം കൊണ്ട് ദൈവം എന്നെ നിറച്ചു. എനിക്ക് സന്തോഷവും സമാധാനവും, എന്തോ പറയുക, ഒരു നിഷ്കളങ്കത, ഇതെല്ലാം ദൈവം എനിക്ക് നൽകി തന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു കാര്യമായിരുന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേങ്കിൽ അത് ഒത്തിരി സമയമെടുത്ത് പറയാനുള്ളതായതുകൊണ്ട് ഞാനിപ്പോഴത്തേക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. കൊച്ചു പിള്ളേരെയൊക്കെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാകാൻ കഴിയുന്നത്. ഗോഡ് ബ്ലെസ് യു ആൾ.